മുട്ട വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് ഞാനിന്ന് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 3 or 4 മുട്ട ഇതിനു വേണ്ടി ചേർക്കാവുന്നതാണ്. ഇനി ഒരു പുഴുങ്ങിയെടുത്ത മുട്ട നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഒരു ചെറിയ സവാള വളരെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് മസാലപ്പൊടികളാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, ഇത്രയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് മയോണൈസ് ആണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മയോണൈസ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ടനേക്കാൾ കൂടുതൽ സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല, കുറച്ച് ലൂസായി പോകും. അപ്പം അതുകൊണ്ട് സവാള കുറച്ച് ചേർക്കാം, മുട്ടയായിരിക്കണം ഇതിൽ കൂടുതൽ ചേർക്കേണ്ടത്. അപ്പം ഞാനിവിടെ മയോണൈസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ വെച്ച് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു മുട്ട നമുക്ക് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ മുട്ടയിൽ മുക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അതുപോലെ സവാള കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോഴും ഇത് കുറച്ച് സോഫ്റ്റ് ആണ്. നമ്മളിത് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഇതിൻ്റെ ഉൾഭാഗം ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഇതൊന്ന് കളർ മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വെക്കുക, ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കളർ നന്നായിട്ട് മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് 3 or 4 ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാം ഒരേ കളറിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എണ്ണ ഒരുപാട് മോശമാകാതെ എല്ലാം ഒരേ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെല്ലാം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണിത്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു സ്നാക്കാണ്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കും.